ശ്രീ കോവൂർ കുഞ്ഞുമൻ. സർ, കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ട വില്ലേജിൽ ശാസ്താംകോട്ട തടാക തീരത്തിന് സമീപത്തായി വർഷങ്ങളായി താമസിക്കുന്ന 13-ലധികം കുടുംബങ്ങൾക്ക് നാളിതേവരെ പട്ടയം കിട്ടിയിട്ടില്ല. സാർ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ശാസ്താംകോട്ട തടാകം വേൾഡ് റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടതിനാലും അവർക്ക് നാളിതേവരെ പട്ടയം ലഭിക്കുന്നില്ല. അതാണ് ഒരു തടസ്സവാദം. മറ്റൊന്ന് സാർ, ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷനുണ്ട്, വാട്ടർ കണക്ഷനുണ്ട്, ഹൗസ് നമ്പറുണ്ട്. എന്നാൽ അവർക്ക് ഭൂമിയുടെ അവകാശം ഇന്നേ വരെ ലഭ്യമായിട്ടില്ല സാർ. അതേപോലെ തന്നെ പടിഞ്ഞാറേക്കല്ലട വില്ലേജിൽ 80-ലധികം കുടുംബങ്ങൾക്ക് അവർക്ക് പട്ടയമുണ്ട്, എന്നാൽ അവർക്ക് വീട് വെക്കുന്നതിനുള്ള സാഹചര്യമില്ല. CRZ റാംസർ സൈറ്റിൽ വന്നതുകൊണ്ടും ഈ തടാകം വന്നതുകൊണ്ടും അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഏറി വരികയാണ്. അതുകൊണ്ട് ഐക്യകേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത അംഗീകാരം അങ്ങയ്ക്ക് ഞാൻ നൽകുകയാണ്. വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഞാൻ 10-25 വർഷക്കാലമായി ഈ സഭയിൽ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ മറ്റ് റവന്യൂ മന്ത്രിമാരെക്കാൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പട്ടയം കൊടുത്ത കൊല്ലം ജില്ലയിൽ തന്നെ സുബാൽ MLA മണ്ഡലത്തിൽ വനമേഖലയിൽ നിരവധി കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു. നമ്മുടെ മുകേഷ് MLA മണ്ഡലത്തിൽ കൊല്ലം മണ്ഡലത്തിൽ 5000 കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് പട്ടയം കൊടുത്തു. അങ്ങ് ഞാനും ആ വേദിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഒരു മൈന്യൂട്ട് വിഷയമാണ് എൻ്റെ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തടാക പ്രദേശത്ത് താമസിക്കുന്നവർക്കും പടിഞ്ഞാറേക്കല്ലടയിൽ താമസിക്കുന്ന 80ഓളം കുടുംബങ്ങൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സഹായിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമാണ്. ചില നിയമ നടപടിക്രമങ്ങളാൽ കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസങ്ങൾ അദ്ദേഹം തന്നെ സഭയെ അറിയിക്കുകയുണ്ടായി. കൊല്ലം കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 13 റീസർവേ 127 ഉൾപ്പെട്ട 386.14 ഹെക്ടർ സ്ഥലമാണ് ശരിക്കും ശാസ്താംകോട്ട കായലായിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ തീരത്തായിട്ടുള്ള പുറമ്പോക്ക് വസ്തുവകകളും മറ്റും ശാസ്താംകോട്ട കായലിൻ്റെ വൃഷ്ടിപ്രദേശമായതിനാൽ നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ റംസാൻ സൈറ്റിൽ ഉൾപ്പെട്ടു വരുന്നതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. റംസാർ സൈറ്റുകൾ എന്നത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളാണ്. അവയുടെ ജൈവവൈവിധ്യത്തിനും സുസ്ഥിര ഉപയോഗത്തിനും അംഗീകാരം ലഭിച്ചവയുമാണ്. ഇന്ത്യയിൽ ആകെയുള്ള 89 റാംസർ സൈറ്റുകളിൽ കേരളത്തിലെ അഷ്ടമുടി, ശാസ്താംകോട്ട, വെമ്പനാട് എന്നിവയാണ് ഉൾപ്പെട്ടു വരുന്നത്. ഇവ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും സർക്കാരിൻ്റെ ചുമതലയാണ്. ശാസ്താംകോട്ട കായലിൻ്റെ തീരത്തായി ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി, പടിഞ്ഞാറെ കല്ലട വില്ലേജുകളിൽ ഏകദേശം 15ഓളം കുടുംബങ്ങൾ 30 വർഷങ്ങളായി വീട് വെച്ച് താമസിച്ചു വരുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം തന്നെ ജില്ലാ റവന്യൂ അസംബ്ലി ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പിൻ്റെ വിവിധങ്ങളായ യോഗങ്ങളിൽ വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നം പറഞ്ഞിട്ടുമുണ്ട്. റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടു വരുന്ന പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളും നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതും പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഈ സ്ഥലത്ത് നിയമപ്രകാരം അനുവദനീയമല്ലാത്തതുമാണ്. ബഹുമാനപ്പെട്ട അംഗത്തിനറിയാവുന്നതുപോലെ പ്രസ്തുത പ്രദേശം കായൽ പുറമ്പാക്കു ആയതിനാൽ ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം പതിവിന് വിധേയമല്ലാത്തതുമാണ്. എന്നാൽ ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അംഗം വളരെ കാലമായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അംഗം ഉന്നയിച്ച സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ പുനരധിവസിപ്പിക്കാൻ അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ശുപാർശ സമർപ്പിക്കുന്നതിന് കൊല്ലം ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ പടിഞ്ഞാറ കല്ലടകളിൽ ഈ CRZ സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അവിടെ പട്ടയം കിട്ടാൻ പ്രശ്നമില്ല. പക്ഷെ പട്ടയം കിട്ടിയ ഭൂമിയിൽ വീട് എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും അക്കാര്യം കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അംഗത്തെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് ഒരു ഉയർന്ന യോഗം, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം സഭാ കാലയളവിൽ വിളിക്കാം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ അംഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക.